എന്റെ ഭാഗ്യത്തിന് ഒരു സുഹൃത്ത് തക്ക സമയത്ത് അവിടെ വന്ന് എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിലേ നീന്തൽ അറിയാത്ത ഞാൻ അവിടെ കിടന്ന് തീർന്നു പോയനെ. അയ്യോ എന്റെ അർജുനെ, എനിക്കിതൊക്കെ കേട്ടിട്ട് എന്നെ പേടിയാവുന്നു. എന്തൊരു അക്രമമാണെന്ന് നോക്ക്. അല്ല, നിന്നെ ഉപദ്രവിക്കാൻ ആരായിരിക്കും ഗുണ്ടകളെ പറഞ്ഞു വിട്ടുന്ന നീ വിചാരിക്കുന്നത്? എന്നെ ഉപദ്രവിക്കാനല്ല, തീർത്ത് കെട്ടാൻ അവന്മാര് വന്നത്. കൊട്ടേഷനായിരുന്നു. അത് കൊടുത്തത് ഒരു വക്കീലാണെന്ന് അവന്മാര് പറഞ്ഞത്. അത് അധികം വൈകാതെ ഞാൻ കണ്ടുപിടിക്കും, അതുറപ്പാ. അതിപ്പോ പ്രത്യേകിച്ച് കണ്ടുപിടിക്കാൻ എന്താ ഉള്ളത്? സത്യം പറഞ്ഞ അത് ഈ അവസരത്തിൽ പറയുന്നത് ശരിയാണോന്നറിയില്ല. എന്നാലും എന്റെ ഉള്ളില് തോന്നുന്നൊരു കാര്യം ഞാൻ അർജുനോട് പറയട്ടെ. നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. പറ, എന്താ? നീ പറയുന്നത് പോലെ നിന്നെ തീർത്ത് കെട്ടാൻ ആളെ വിട്ടത് ഒരു വക്കീലാണെങ്കിൽ അത് മറ്റാരുമല്ല, നിന്റെ സ്വന്തം അച്ഛൻ അഡ്വക്കേറ്റ് രാഘവൻ ഉണ്ണിയാണെന്ന് ഞാൻ പറയും. അച്ഛനോ? യെസ്, അച്ഛൻ തന്നെ. ഞാനിത് നേരത്തെ തന്നെ അർജുനോട് പറയേണ്ടതായിരുന്നു. സോറി. ഈ വൈകിയ വേളയിലെങ്കിലും ഇനി ഞാനതങ്ങ് പറഞ്ഞേക്കാം. തന്റെ ആജന്മ ശത്രുവായ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ കഴുത്തിൽ താലി കെട്ടിയ അർജുൻ ഇനി ഈ ലോകത്തെ വേണ്ടാന്നങ്ങ് തീരുമാനിച്ചു. അഡ്വക്കേറ്റ് രാഘവൻ ഉണ്ണിയും വിശ്വംഭരക്കുറുപ്പ് MP-യും ചേർന്ന അവരിക്കാര്യം സംസാരിക്കുന്നതേ ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതും കണ്ണുകൊണ്ട് കണ്ടതുമാണ്. എനിക്കിത് വിശ്വസിക്കാൻ വയ്യ. എഴുതി പറയുന്ന സത്യമാണോ? 100%. അതുകൊണ്ടാ അച്ഛനെ നേരിട്ട് കാണണമെന്ന് അർജുൻ പറഞ്ഞപ്പോ ഞാൻ വേണ്ട എന്ന് ഉപദേശിച്ചത്. ഞാനുമായി സംസാരിച്ച ശേഷം അച്ഛനെ കാണുന്ന കാര്യം ആലോചിക്കാന്ന് പറഞ്ഞതും ഇക്കാര്യം അർജുനെ നേരിൽ കണ്ട് ധരിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. പക്ഷേ അച്ഛൻ എന്നെ ഇല്ലാതാക്കാൻ എനിക്കിതങ്ങോട്ടും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാം. പക്ഷെ സത്യത്തിന് നേരെ നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ലല്ലോ അർജുൻ. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ചെയ്യാൻ ഇനി ഒന്ന് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അഞ്ജലിയും കൊണ്ട് തൽക്കാലം ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറുക. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങട്ടെ, എന്നിട്ട് ഞാൻ അർജുനെ അപ്ഡേറ്റ് ചെയ്യാം. അന്നേരം മതി നാട്ടിലോട്ട് മടങ്ങി വരുന്ന കാര്യം ചിന്തിക്കാൻ.